നമസ്തേ വ്യൂവേഴ്സ്, ഗംഗ ഫ്രം ബീൻ ട്രേഡർ. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് നിങ്ങളൊരു ലോസ് നിൽക്കുന്ന ട്രേഡാണോ എങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടേച്ചാൽ മതി. ലോസ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ലോസ് വരുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴത്തേക്കും പുട്ട് ഓപ്ഷൻ കയറി പോകണം. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ എൻട്രി എടുക്കാൻ പറ്റാതിരിക്കുക. ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പുട്ട് ഓപ്ഷൻ കയറി പോകണമെന്ന് അറിയാമോ? കാരണം നിങ്ങൾക്ക് അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ബേസിക്കായിട്ട് നോളജ് പോലും, അതായത് ബേസിക് നോളജ് ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാരും ഇതിനകത്ത് വന്നിട്ട് ഒരുപാട് ലോസ് ഉണ്ടാകും. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷന് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞു തരും ഇവിടുന്ന്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടോ, ഒന്നെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുള്ള ട്രേഡിംഗ് പറഞ്ഞുതരും. അതർവൈസ് എൻ്റെ ഓഫീസ് വരുന്ന ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വരണമെങ്കിൽ ഓഫീസ് വരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ യൂസുള്ള ട്രേഡിങ്ങിൽ സോഫ്റ്റ്വെയർ കറക്റ്റ് ട്രെൻഡ് പറഞ്ഞത് കോൾ സൈഡാണ് പുട്ട് സൈഡാണ് നമുക്ക് എൻട്രി, അതുപോലെ ഏത് സ്ട്രൈക്കോ എന്നുള്ള വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഇതൊരു പ്രഡിക്ഷനോ കാര്യങ്ങളൊന്നുമല്ല, ടെക്നിക്കൽ അനലൈസ് ആണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി 100% 80 to 90% കൺഫേം ആക്രൂസ് ചെയ്യുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ അണ്ടർലൈൻ അസറ്റ് എന്താണെന്ന് നോക്കണം. അണ്ടർലൈൻ അസറ്റിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് വേണം. ചില ആൾക്കാർക്ക് അതിൻ്റെ പ്രീമിയം നോക്കിക്കാൻ നമ്മൾ പ്രീമിയത്തിനകത്ത് ബൈ സെൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അണ്ടർലൈൻ അസറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ഓപ്ഷൻസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ അണ്ടർലൈൻ അസറ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഫിൻ നിഫ്റ്റി ഏത് വേണമെങ്കിലും ആകാം. ഇത് സ്റ്റോക്ക് ആണെങ്കിൽ പർട്ടിക്കുലർ സ്റ്റോക്ക് ആകാം. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത് നിഫ്റ്റിയാണ്. ഇപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാനുള്ളത്, റെഡ് വരുന്ന സെൽ സിഗ്നലാണ്. ഓപ്ഷൻ ബയറാകുമ്പോൾ എന്ത് ചെയ്യണം? ബൈ സിഗ്നൽ കാണിക്കുമ്പോൾ കോൾ സൈഡ് മാത്രം നോക്കുക, സെൽ സിഗ്നൽ നോക്കുമ്പോൾ പുട്ട് സൈഡ് മാത്രം നോക്കുക. അതുപോലെ തന്നെ സോഫ്റ്റിനകത്ത് സിഗ്നൽ വരുമ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അലേർട്ട് വരും, സൗണ്ടും കേൾക്കാൻ പറ്റും. അപ്പം നമ്മൾ ആ സിഗ്നലിനെ ബേസ് ചെയ്താണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ബൈ വരുമ്പോൾ നോക്കിയാൽ അലേർട്ട് വരും. ഏറ്റവും മേഖല എഴുതി കാണിച്ചിട്ടുണ്ട് നിഫ്റ്റി ബൈ അറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കോൾ സൈഡ് മാത്രം നോക്കുക. 23,622, അതായത് സോഫ്റ്റ്വെയറിനകത്ത് നിഫ്റ്റിയിൽ എൻട്രി വന്ന ബൈ സിഗ്നൽ വന്നിരിക്കുന്നത് 23,622. അപ്പോൾ കാര്യം സുഖമായി നമുക്ക് നമ്മുടെ സ്ട്രൈക്ക് സെലക്ഷൻ്റെ മെത്തേഡാണ് ഞാൻ പറയാൻ പോണത്. അതായത് ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി കോൾ സൈഡാണ് നമ്മൾ എടുക്കേണ്ടത്. 23,622 ഈ ലെവലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്ട്രൈക്ക് സെലക്ഷൻ നടത്തേണ്ടത്. 23,622 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഉണ്ടല്ലോ. ഇതും അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ വരുമ്പോഴത്തേക്കും, ഓൺലൈൻ ക്ലാസ് വരുമ്പോഴത്തേക്കും നമ്മളിത് പറഞ്ഞു കൊടുക്കും. ഇതെങ്ങനെയാണ് ഇൻ ദ മണി അറ്റ് ദ മണിയൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ 23,622 എന്ന് പറയുമ്പം മാർക്കറ്റിൻ്റെ ഏറ്റവും നിയർ ബൈ പ്രൈസ് ഏതാണ്? 23,622, 23,600. അതെന്താകാം? അറ്റ് ദ മണി ആയിട്ട് എടുക്കാം. അപ്പം ഒരു 100-200 പോയിന്റ് നേരെ താഴോട്ട് നിങ്ങൾ എടുക്കുക ഇൻ ദ മണി. അതായത് 23,500, 400 ഇൻ ദ മണി പോകാം. അപ്പോൾ ഔട്ട് ഓഫ് ദ മണി എന്തായിരിക്കും? മേളിലോട്ടായിരിക്കുമല്ലോ. 700, 800 ഔട്ട് ഓഫ് ദ മണിലോട്ട് പോകാം. ഇത്രയും മനസ്സിലായി. ഈ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ് യൂസുള്ള ട്രേഡിങ്ങിൽ നമ്മൾ ഈ സോഫ്റ്റിൽ ഈ പറയുന്ന ഓപ്ഷൻ ചെയിൻസ് ഉണ്ട്. അതായത് 23,600 കോള്, 23,500 കോൾ, അതുപോലെ PEC എല്ലാം നമ്മുടെ ഇതിനകത്ത് സോഫ്റ്റിൽ എക്സ്ട്രാ ചാർട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടുന്ന് ബൈസിക്കിളാണെന്ന് മനസ്സിലായി. കോൾ സൈഡ് എടുക്കണം. 23,622 എന്ന് പറയുമ്പോൾ ഞാൻ 23,400 അല്ല 300 ഏത് വേണമെങ്കിലും എടുക്കാണ്ട്, അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നത് 23,400 കോൾ സൈഡിലെ കോൾ ഓപ്ഷൻ്റെ ഒരു ചാർട്ടാണ്. ബാക്കി നമ്മൾ ഇവിടെ നോക്കി വെച്ചാൽ ഇവിടെ നമുക്ക് കൺഫേം ഒരു ബൈ ഉണ്ടോയെന്ന് നോക്കുക. ഇതിവിടെ നോക്കി ഇവിടെ നമുക്കൊരു കൺഫേം ബൈ ഉണ്ടല്ലോ. ആരോ ഇസ് ദ സിഗ്നൽ. ആരോ വന്ന് ബൈ മാത്രം നോക്കി വെച്ചാൽ അത് പ്രീമിയത്തിൽ ബൈ വന്നു. ഞാൻ എടുത്തിരിക്കുന്നത് 23,400 ബൈ സിഗ്നൽ വന്ന്. ഇനി എന്താ നോക്കണ്ടേ? ഇത് കൺഫേം ആണോ നോക്കുക. അതായത് കയറുവാണെന്ന് അറിയണ്ടേ. കയറിയാലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇതെങ്ങനെ കയറുമെന്ന് അറിയുമെന്ന് വെച്ചാൽ ബൈ സിഗ്നൽ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാർ നോക്കും. ആ ബാർ ഗ്രീൻ ആണോ നോക്കുക. അതുപോലെ പ്രൈസ് എന്ന് പറയുന്ന ബൈ സോൺ ആണെന്ന് നോക്കുക. നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിനകത്ത് ബൈ സിഗ്നലും ഈ ഞാൻ പറഞ്ഞ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ട്രേഡ് എടുക്കില്ല. ഈ കൺഫർമേഷൻ ഓക്കെ നോക്കിയാൽ സോഫ്റ്റ് 265-35 പറഞ്ഞിരിക്കുന്നത്. ഈ 65-35 കിട്ടണമെന്നില്ല. നമ്മുടെ മാർക്കറ്റോട് ഇടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മേളിലോ അല്ലെങ്കിൽ താഴത്തെ റേറ്റ് കിട്ടും, അല്ലെങ്കിൽ അത് തന്നെ കിട്ടും. അതിനകത്ത് മാർക്കറ്റ് എൻട്രി ചെയ്യുക. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ 265-35 എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ 291, 313, 334 അതായത് എക്സിറ്റ് ലെവലിൽ സോഫ്റ്റ്വെയറിനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അധികം റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ എക്സിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നോക്കിയാൽ ഒരു 80 to 90% കൺഫേം നിങ്ങൾക്ക് ഇന്നത്തെ ആക്യുറസി കിട്ടിയിരിക്കും. ഇതിനകത്ത് ഈ ഒരു സിഗ്നൽ കൺഫേം ആയിരുന്നു 3 ടാർഗറ്റ് പഠിച്ച ശേഷം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും സപ്പോർട്ട് ലെവൽ, അതായത് ഇപ്പോൾ നോക്കിയാൽ റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിനെ ബ്രേക്ക് ചെയ്ത് കാരണം എന്നാൽ മാർക്കറ്റ് ഇനിയും കയറുമെന്ന് തന്നെ അർത്ഥം.
അപ്പം സപ്പോർട്ട് ബ്ലൂ സ്റ്റാർസ് ആണ് സപ്പോർട്ട്. അതുപോലെ സൈഡേഴ്സ് ഉൾപ്പെടെ കാണാൻ പറ്റും. ഇതൊരു സിമ്പിളായിട്ടൊരു ട്രേഡിങ് സ്ട്രാറ്റജിയാണ്. മനസ്സിലാക്കി ഓപ്ഷൻ ചെയ്യണമെങ്കിൽ അത് മനസ്സിലാക്കി തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ലോസ് ഒഴിവാക്കി കിട്ടും. അപ്പം നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് അതൊരു എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.